ഹായ് ഫ്രണ്ട്സ്, ടെക് പോയിന്റ് മലയാളത്തിലേക്ക് അവർക്ക് സ്വാഗതം. ഇന്ന് ടെക് പോയിന്റ് മലയാളം നിങ്ങൾക്ക് മുമ്പിൽ വന്നിരിക്കുന്നത് ഒരു സ്പൂഫ് ചാറ്റുമായിട്ടാണ്. നമ്മുടെ ചാനലിൻ്റെ അപ്ഡേഷൻ്റെ ഒരു ഭാഗമായി ഒരു M4TECHുമായിട്ടുള്ള ഒരു സ്പൂഫ് ചാറ്റുമായിട്ടാണ് ഞാൻ ഇന്ന് വീഡിയോയിലൂടെ വന്നിരിക്കുന്നത്. M4TECHിലെ ജിയോ ചേട്ടനായിട്ടുള്ള ഒരു സ്പൂഫ് ചാറ്റ്. അപ്പോൾ ഞാൻ പറഞ്ഞു നീട്ടണമെന്നില്ല, നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ഇതുവരെയായിട്ടും എൻ്റെ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നീട് കാണുന്ന ബെല്ലൈക്കോൺ കൂടി ക്ലിക്ക് ചെയ്താൽ എൻ്റെ ന്യൂ അപ്ലോഡ്സ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതാണ്. ജിയോ ചേട്ടാ, ഹായ്, എന്താ സുഖല്ലേ? എല്ലാ ബഡീസിനും ഒരു ഹായ്. ജിയോ ചേട്ടാ, ബഡീസൊന്നും ഇല്ല, ഞാൻ മാത്രമേ ഉള്ളൂ. ക്ഷമിക്കണം ബ്രോ, ഒരു തെറ്റൊക്കെ എല്ലാവർക്കും പറ്റില്ല, അതൊന്നും കുഴപ്പമുള്ള കാര്യമില്ല. അപ്പോൾ ആദ്യമായിട്ട് തന്നെ എൻ്റെ വീഡിയോ കാണുന്നവരോട് എൻ്റെ ചാനലൊന്ന് സപ്പോർട്ട് ചെയ്യാൻ പറയും. നല്ല കണ്ടന്റുകളൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ അവരെയും സപ്പോർട്ട് ചെയ്യണം. എല്ലാവരും വളർന്നു തരണം. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവരുടെ കഴിവുകൾ നമ്മൾ പ്രോത്സാഹിപ്പിച്ച് കൊടുക്കണം. ഞാനിപ്പോൾ ഒരുപാട് ചാനലുകൾ അങ്ങനെ കണ്ടിട്ടുണ്ട്, ഞാൻ സപ്പോർട്ട് ചെയ്യാറുണ്ട്. അപ്പോൾ നിങ്ങൾ ആരെയും തളർത്തരുത്, നല്ല രീതിയിൽ വീഡിയോ ചെയ്യുന്നവരൊക്കെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് തന്നെ. പക്ഷെ എന്താ, നമ്മുടെ കേരളത്തിലിപ്പോൾ എല്ലാവരും ഭീതിപ്പെടുത്തുന്ന ഒരു രോഗമായിട്ട് മാറി നിപ്പ വൈറസ്. ഇത്ര മരണങ്ങളൊക്കെ കഴിഞ്ഞിട്ടാണ്. നിപ്പ വൈറസിനെ പറ്റിയൊക്കെ ഒരുപാട് വേണ്ടാത്ത പ്രചരണങ്ങൾ നടക്കുന്നുണ്ട്. അതായത് ഈ വൈറസ് അതുവഴി വരും ഇതുവഴി വരും എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ നമ്മുടെ സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടിയിട്ടോ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടോ അങ്ങനത്തെ ന്യൂസ് നമ്മൾ ഉണ്ടാക്കി വിടരുത്. ഇപ്പോൾ യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ടുള്ളവരാണെങ്കിലും അല്ലെങ്കിൽ ഇപ്പോൾ വാട്സപ്പിലും ഫേസ്ബുക്കിലൊക്കെ ആണെങ്കിലും അങ്ങനെയൊന്നും ചെയ്യരുത്. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ കേസൊക്കെ എടുക്കുന്നുണ്ട് അങ്ങനെ ചെയ്യുന്നവർക്കെതിരെ. നമ്മുടെ ആരോഗ്യവകുപ്പ് കേസ് എടുത്തിട്ടുണ്ട് കുറേ പേർക്കെതിരെ. അപ്പോൾ അതൊക്കെ ശ്രദ്ധിക്കുക. പിന്നെ ഫുഡ് കഴിച്ചോ? ഫുഡൊന്നും കഴിക്കാൻ പറ്റില്ല, നമുക്കിപ്പോൾ നോമ്പല്ലേ. ചേട്ടൻ ഫുഡ് കഴിച്ചോ? ഫുഡ് കഴിക്കാനുള്ള സമയം ആയിട്ടില്ല. പിന്നെ ചേട്ടൻ പറയാറുള്ള പ്രവീണേട്ടൻ്റെ ഒരു പാട്ടാണ് കേട്ടോ. പാട്ട് കേൾക്കാതെ ഞാൻ ഈ ചാറ്റ് നിർത്തില്ലേ. എടാ, നിന്റെ പാട്ട് കേൾക്കാതെ അവർ പോയില്ലെന്നാണ് പറയുന്നത്. അപ്പോൾ പാട്ടൊക്കെ പാടിക്കൊടുത്തിട്ട് നിന്നെ വിടുള്ളൂ. പ്രവീൺ ഏത് പാട്ടാണ് പാടണ്ടേന്ന് നോക്കിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് പ്രവീണെ കൊണ്ട് ഇവിടെ ഇരുത്തി പാടിപ്പിക്കാം. ആളോട് ലൈലാഗമേ എന്നുള്ള പാട്ടൊന്ന് പാടാൻ പറയും. ലൈലാഗമേ പാടണമെന്ന് നീ പാടോ? ലൈലാഗമേ ആ പാട്ട് പറ്റോ? അത് പറ്റില്ല എന്ന് പറയണ്ട. അപ്പോൾ വേറെ ഏതെങ്കിലും ജിംകി കമൽ പറ്റുമോ? കുറച്ചു നേരം കഴിയുമ്പോൾ ആള് പാടാന്ന് പറഞ്ഞിട്ടുണ്ട്. എന്താണ് പുള്ളി എപ്പോഴും ഇരുട്ടത്ത് നിൽക്കണത്? ക്യാമറക്ക് മുമ്പിലൊക്കെ ഒരു വട്ടം വരാന്ന് പറ. ഇരുട്ടത്ത് നിൽക്കണ പുള്ളി വേറെ ഒന്നുമല്ല. പുള്ളിക്ക് പുള്ളിയുടെ ഫേസ് അത്രയ്ക്ക് എക്സ്പ്ലോർ ചെയ്യാൻ അത്ര താല്പര്യമില്ലാത്ത മനുഷ്യനാണ്. ഞാൻ ഒരുപാട് തവണ പുള്ളിനെ കൊണ്ടുവരാൻ നോക്കിയിട്ടുണ്ട് ക്യാമറയുടെ മുമ്പിൽ, പക്ഷെ നടന്നിട്ടില്ല. പിന്നെ ചേട്ടൻ്റെ വാട്സപ്പ് നമ്പർ ഒന്നും തരുമോ? ഇപ്പോൾ ഒരു നമ്പർ തന്നതിൻ്റെയാണ്. നമ്മുടെ ഫോണിൽ നേരത്തെ വാട്സപ്പിൽ പടപട കോൾ വന്നിട്ട് നമുക്ക് ഇപ്പോൾ കണ്ടിന്യൂ ചെയ്യാൻ പറ്റാത്ത അവസ്ഥയായിട്ടാണ് ആ ഫോണിൽ നമ്മളിപ്പോൾ വിട്ടിട്ട് ഇപ്പോൾ വേറെ ഫോണിലാണ് നമുക്ക് കണ്ടിന്യൂ ചെയ്യുന്നത്. ഈ താടി വളരാനുള്ള ബെസ്റ്റ് മരുന്ന് ഏതാ? എൻ്റെ ഒരു കാക്കളാണ്. ഞാൻ മുമ്പ് പറഞ്ഞെന്ന് പറഞ്ഞു, ആവണക്കെണ്ണ നല്ല ബെസ്റ്റ് സാധനമാണ്. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും താടി വളരാത്തതുണ്ടോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഏറ്റവും നല്ലൊരു മാർഗ്ഗമാണ് ആവണക്കെണ്ണ. പക്ഷേ റിസൾട്ട് വരാൻ കുറച്ച് വൈകുന്നുള്ളൂ. പിന്നെ ചേട്ടൻ്റെ കല്യാണം കഴിഞ്ഞതാണോ? കല്യാണം കഴിഞ്ഞതല്ല. ഹലോ, പറയണതൊന്നും കേൾക്കാൻ ക്ലിയർ ആയിട്ട് കേൾക്കണില്ല. ഹലോ ഇപ്പോൾ നിങ്ങൾക്ക് വീഡിയോ സിങ്കിങ് ആണോ ഓഡിയോ സിങ്കിങ്? ഇപ്പോൾ കേൾക്കാണ്ട് പറയൂ. നമ്മുടെ പ്രവീൺ ഓടിപ്പോയിട്ട് നോക്കാനായിട്ട്. ചേട്ടൻ കുറേ സംഭവങ്ങളൊക്കെ ഉണ്ടാക്കിയില്ലേ? അപ്പോൾ ഒരു റോബോട്ടൊക്കെ ഉണ്ടാക്കിയിട്ട് വീഡിയോ അപ്ലോഡ് ചെയ്യുമോ? അത് അപ്ലോഡ് ചെയ്യാൻ നോക്കാം നമുക്ക്. ചേട്ടാ, ശരിക്കും പ്രവീണേട്ടൻ എന്ന് പറയണത് ആരാണ്? എൻ്റെ ഇഷ്ടം ഇതുവരെ അറിയില്ല ആരാ പ്രവീൺ. നമ്മുടെ ഒഫീഷ്യൽ ക്യാമറമാനാണ്. അതായത് നമ്മുടെ ചങ്കും കരളൊന്നും പറയാം അതുപോലെയാണ് ഒരു ചാനലിൻ്റെ. എന്ത് പൊക്കണ്ടെന്നാ അത്രയ്ക്ക് പൊക്കണ്ടെന്നൊക്കെ പറയണ്ട. എന്നാലും അതൊരു സത്യമാണ്. അതായത് എന്താ പറയുക, നമ്മുടെ ഈ ചെണ്ടയും ചെണ്ടക്കോലെന്ന് പറയൂലേ, അതുപോലെയൊക്കെ തന്നെ. വെറുതെ ഒരു ചെണ്ട കൊണ്ടുനടന്നിട്ടുണ്ടെങ്കിൽ കാര്യമില്ലല്ലോ. അതുപോലെ തന്നെ ഈ ചെണ്ടക്കോലും കൊണ്ടുനടന്നാലും കാര്യമില്ല. ചെണ്ടയും ചെണ്ടക്കോലും ഉണ്ടെങ്കിലേ സൗണ്ട് ഉള്ളൂ, അത്രേ ഉള്ളൂ സംഭവം. അപ്പോൾ ചേട്ടാ എങ്ങനെ വെള്ളം അടിക്കുകയോ? ഞാൻ വെള്ളമൊന്നും അടിക്കില്ല, പാവ ഒരു മനുഷ്യനാണ്, മദ്യപാനമൊന്നുമില്ല. പിന്നെ കുറേ അറിയണമെന്ന് വിചാരിക്കണോ? ചേട്ടൻ്റെ വീട് എവിടെയാണ്? മാളയിലാണ്, തൃശ്ശൂർ ജില്ലയിൽ. ഓലപ്പടക്കല്ലേ, അത് സൂപ്പർ ആയിരുന്നു കേട്ടോ. ഞാൻ വീട്ടിലൊരെ ഉണ്ടാക്കി നോക്കി. താങ്ക് യു. നമ്മൾ വിഷുവിനൊരു ഓലപ്പടക്കം ഉണ്ടാക്കിയായിരുന്നു, അതാണെന്ന് തോന്നുന്നു. താങ്ക് യു. ഇനി എന്തെങ്കിലും കാര്യങ്ങൾ നമുക്ക് പറയാനുണ്ടോ? ഇനി പ്രവീണേട്ടൻ്റെ പാട്ടും കൂടി ഉണ്ട് നമുക്ക്. സഹൃദയരെ, അടുത്തൊരു ബെല്ലോടുകൂടി നമ്മുടെ M4TECHിൻ്റെ ക്യാമറമാനും അതിലേറെ എഡിറ്ററുമായ പ്രവീൺ മച്ചാൻ്റെ
ഗാനസന്ധ്യ ഉണ്ടായിരിക്കുന്നതാണ്. അപ്പോൾ സോറി, മൈക്ക് അദ്ദേഹത്തിന് കൈമാറുകയാണ്. ആ സംഭവം കൂടി പോരട്ടെ. വാക്ക് കൊടുത്ത വാക്കായിരിക്കും. പാട്ടോടാ പൈസ പൈസ വേണ്ടെന്ന് പറയണേ. Despacito, mene salo, despacito, mene sususa. Si, sabes que ya te burlando mirándote. Tengo que bailar contigo hoy. Que tu mirada ya sabe llamándome. അപ്പോൾ പ്രവീണേട്ടൻ്റെ ഒരു തകർപ്പൻ പാട്ടുകളൂടെ നമ്മുടെ ഈ ചാറ്റ് നിർത്തുകയാണ്. അപ്പോൾ എൻ്റെ ഒപ്പം ജോയിൻ ചെയ്ത ജിയോ ചേട്ടനും പ്രവീണേട്ടനും എൻ്റെ നന്ദി അറിയിക്കുന്നു. അപ്പോൾ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ഒപ്പം നിങ്ങളുടെ വലിയ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായി ഞാൻ വേറെ ദിവസം വരുന്നതാണ്. അതുവരേക്കും ഇറ്റ്സ് മീ ബാസിൽ സൈനിങ് ഔട്ട് ഫ്രം ടെക് പോയിന്റ് മലയാളം.